അങ്ങനെയൊന്നുമില്ല. ഇതിലാണ് ഇന്നത്തതൊരു നൈറ്റ് റൂട്ടീനാന്ന് പറയാം. എൻ്റെ ഇതിൽ നൈറ്റ് റൂട്ടീനും സ്റ്റഡി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം സെയിമാണ്. കാരണം രാത്രിയാണ് ഞാൻ പൊതുവെ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിലുള്ളത് രാത്രിക്കത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അത് സ്റ്റഡി വ്ളോഗെന്നും പറയാം, നൈറ്റ് റൂട്ടീൻ എന്നും പറയാം, സ്റ്റഡി റൂട്ടീൻ എന്നും പറയാം, അങ്ങനെയൊക്കെ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഈ സ്റ്റഡി വ്ളോഗൊക്കെ ഇടുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഭയങ്കര പഠിക്കുക, ഭയങ്കര ടോപ്പറാന്നൊക്കെ. പക്ഷെ സത്യം പറയട്ടെ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഇങ്ങനെ ആൾക്കാർ ഓരോ ലൈഫും ഓരോ സ്റ്റഡി വ്ളോഗ്സും ഓരോ സ്റ്റഡി റുട്ടീനൊക്കെ ഇടുമ്പോൾ അത് കണ്ട് നമുക്കിങ്ങനെ തോന്നും എന്തുകൊണ്ട് എനിക്ക് വിട്ടുകൂടാ, അങ്ങനെ കെട്ടി തുടങ്ങിയതാണ്. അല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ വലിയ ടോപ്പറൊന്നുമല്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ക്ലാസ്സിലായാലും ഒരു ആവറേജ് മാർക്ക്, പറ്റ ഉഴപ്പിയിട്ടുമല്ല, എന്നാൽ നല്ല പഠിപ്പിയല്ല, പക്ഷെ ഒരു ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പം നീ ചിലപ്പോൾ നമ്മളതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അടുത്തത് പിന്നെ നമ്മളെ മെയിൻ പരിപാടി എന്ത്, കാപ്പി ഉണ്ടാക്കുക. ഈ കാപ്പി കുടിച്ച് പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനർജി. എന്താ പറയുക, എനിക്ക് ഉറക്കം വരില്ല. പറയുമല്ലോ, അത് കുടിച്ചിരുന്നാൽ പിന്നെ ഞാൻ എനിക്ക് ഉറക്കം തന്നെ വരില്ല. ഞാൻ നോമ്പ് തുറന്നിട്ട് പിന്നെ ഞാൻ കഴിക്കണതോ അല്ലെങ്കിൽ കുടിക്കണതോ ആയിട്ടുള്ള സാധനം ഇതാണ്. അല്ലാതെ വേറെ ഒന്നും ഞാൻ അത് കഴിഞ്ഞിട്ടൊന്നും തിന്നൂല. അപ്പോൾ പിന്നെ അമ്മയൊക്കെ പറയും ഇതത്ര നല്ല കുടിക്കണത്. അതറിയാം, ഞാൻ എപ്പോഴൊന്നും കുടിക്കലില്ല. അങ്ങനെ പഠിക്കാതിരിക്കുമ്പോഴൊക്കെയാണ് കൂടുതലും കുടിക്കുക. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി റൂമിൽ പോയി. എൻ്റെ സ്റ്റഡി പാർട്ട്ണറിനെ കാണണം നിങ്ങൾക്ക്. അതാണിത്, മിസ്റ്റർ പൂപ്പി. ഓനാണ് എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവുക. അത് രാത്രി ആയാലും എത്ര മണി വരെ എൻ്റെ ഒപ്പം ഉണ്ടാവും. പഠിക്കാനായാലും എന്തായാലും എൻ്റെ കൂടെ എപ്പോഴും ഓനുണ്ടാവും. പിന്നെ ഞാൻ നോട്ട്സ് എടുത്തു. എനിക്ക് ഈ നോട്ടിൽ നിങ്ങൾ കാണുന്നത് എന്താ സംഭവം എന്നറിയോ? ഇതിൻ്റെ മുകളിൽ കൂടി കാപ്പി ചിന്തിയതാ. ഈ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കാപ്പി കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ നോട്ടിൻ്റെ മുകളിൽ കൂടി അത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലെറ്റ്സ് ലോക്കിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിക്കായിരുന്നു. പിന്നെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ കമൻറ്റിലായിട്ടും അല്ലെങ്കിൽ DM ചെയ്തിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, +1 എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. +1 ഞാൻ വിചാരിച്ച അത്ര മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അയ്യോ പറയാൻ കാരണം നമുക്ക് ഉണ്ടാവുമല്ലോ, ഇത്ര മാർക്ക് എനിക്ക് ഉണ്ടാവും എന്നൊരു ഇതുണ്ടാവുമല്ലോ. ആ ഒരു അത്ര എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് +1 91% ആയിരുന്നു, 91%. ഞാൻ അതിനെക്കാളും കുറച്ച് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുഴപ്പമില്ല. കാരണം കുഴപ്പമില്ല, അത് കുറവാണ് നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം അതാണ് എൻ്റെ മാർക്ക്. കുറേ ആൾക്കാർ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മാർക്കാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അങ്ങനെ പറഞ്ഞ ചാപ്റ്ററാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അതിൽ നിന്ന് 12 മാർക്കറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഞാനിപ്പോൾ അതാണ് നോക്കുന്നത്. എനിക്കുണ്ടല്ലോ കുറച്ച് നേരം മുമ്പ് നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുകയാണ്. അപ്പോഴാണ് ഇവരൊക്കെ ഒച്ചയിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ എനിക്ക് പഠിക്കാൻ തോന്നില്ല. പക്ഷെ പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ ഹാളിൽ നിന്ന് ഇടങ്ങാറാവില്ലേ. ബട്ട് ഐ ഡോണ്ട് നോ എന്ത് ചെയ്യണം. പഠിക്കല്ലേ, കുറച്ചുകൂടി പഠിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് പഠിക്കാം. നല്ലൊരിതാണ്. പിന്നെ കിടന്നുറങ്ങണം എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും പഠിക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. അത് ഫുള്ള് ഇന്ന് കഴിയൂല എന്ന് എനിക്ക് ശരിക്കും അറിയാം. പിന്നെ ഇതൊരു നൈറ്റ് വ്ളോഗോ അല്ലെങ്കിൽ നൈറ്റ് റൂട്ടീൻ അങ്ങനെ എന്തോ ആണെന്ന് ഞാൻ പറഞ്ഞതിന് തുടക്കത്തിൽ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരു രാത്രി ഇങ്ങനെയാണ് എൻ്റെ ഇതിൽ. പിന്നെ സ്കിൻ കെയർ എനിക്കിഷ്ടമാണ്, സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്ത് വാങ്ങിയാലും ഞാൻ പിന്നെ മറക്കുകയോ ചെയ്യാൻ. അപ്പോൾ പൊതുവെ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്യും, പകലാണ് സൺസ്ക്രീൻ ഇടും. പക്ഷെ ഇപ്പോൾ അതും ചെയ്യലില്ല. അതെന്താ സംഭവം എനിക്കറിയില്ല. ഫേസ് വാഷ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫേസ് വാഷൊക്കെ വാങ്ങിയിരിക്കണേ, പക്ഷെ ഞാൻ മറന്നു പോകും അത് ചെയ്യാൻ. രാവിലെ എണീറ്റായാലും പിന്നെ ഞാനത് ചെയ്യാൻ മറന്നു പോകും. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല. ഇതിലാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ആയാലും ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കാര്യം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്ത് ഫേസ് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ കിടക്കുക, അതായിരിക്കും ഉണ്ടാവുക. ലിപ് ബാം, ഈ മുടിയൊക്കെ ഒന്ന്, ഇതെന്താ സംഭവം? ഞാൻ പെയിൻ്റ് അടിച്ചതാണ്. ഡ്രസ്സും കൂടി ആയത് സംഭവം. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് അത് എത്രയായിട്ട് പോണില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് കിടക്കാം. അങ്ങനെയാകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ടേബിളൊക്കെ കാണുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എങ്ങാനും പഠിക്കാതിരുന്നാലോ. ബെഡിലൊക്കെയാണ് എക്സാം കഴിഞ്ഞ് വന്ന് ബാഗൊക്കെ ഇട്ടിട്ടുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് ഇന്നായിരുന്നു ഇംഗ്ലീഷിൻ്റെ എക്സാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം.
കുഴപ്പമില്ലേനു, എഴുതാൻ പക്ഷേ സമയമില്ലേനു, കുറേ ഉണ്ടേനു എഴുതാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡൊക്കെ ശരിയാക്കി പറയുമ്പോൾ ബെഡൊക്കെ ആകെ അലങ്കോലം. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഈ ബെഡ് കിടക്കാനാണ്, അല്ലാതെ ഇങ്ങനെ കുത്തി മരിക്കാനല്ല എന്നൊക്കെ എന്നോട് എപ്പോഴും പറയും. പക്ഷെ എന്തായാലും എൻ്റെ ബെഡ് ഇങ്ങനെയായിരിക്കും എപ്പോഴും കാണാൻ. അപ്പോൾ ഞാൻ ബെഡൊക്കെ ക്ലീൻ ആക്കി. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് എനിക്ക് കൊളാബ് കിട്ടിയതാണ്. ഇതിൻ്റെ പേരെന്തോ ടിൻ വാലറ്റോ അങ്ങനെ എന്തോ ആണ്, ഞാൻ പേര് ശരിക്കും മറന്നുപോയി. അടിപൊളി സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ടേബിളൊക്കെ നന്നാക്കിയിട്ട് കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.